back to Maluti's vlog. എന്താ മഴല്ലേ മാളൂട്ടി? ഈ ടൈമിൽ നല്ല കപ്പ ബിരിയാണിയോ, നല്ല ആ കപ്പ ബിരിയാണിന്റെ കൂടെ നല്ല കട്ടൻ ചായ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കൊതിയാവുന്നുണ്ടോ? എന്നാ വാ, മമ്മ ഉണ്ടാക്കുന്നുണ്ട് മോളെ, ഓടിക്കോ. നല്ല കപ്പ ബിരിയാണി എന്ന് പറഞ്ഞപ്പോ മറ്റുള്ള ഓടി വന്നിക്കുക. ഓ എന്താ മഴയത്ത് എങ്ങനെയാ പിന്നോ? നല്ല പനിയൊക്കെ പിടിച്ചാലോ, കുക്കട് പിടിച്ചാ എന്താ ചെയ്യാ? സാരല്ല കേട്ടോ. നല്ല കപ്പ ബിരിയാണി. മാളൂസിന്റെ കട്ടൻ ചായ സെറ്റല്ലേ? മഴയത്ത് കളിക്കാനോ? നല്ല മോളെ, ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടോണ്ട്. എവിടെ? അതൊക്കെ ഉണ്ട്. പോയാലോ? ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ എങ്ങോട്ടാ വന്നേന്നറിയോ? കൊച്ചിയിലുള്ള ചിത്തലപ്പള്ളി സ്ക്വയർ പാർക്കിലേക്കാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ പാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാളൂട്ടി മാത്രമല്ല കേട്ടോ, ഞങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പാർക്കാണ്. അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും കറക്റ്റ് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ റെസ്റ്റോറൻറ്റും റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പാർക്കിങ്ങിന് നല്ലൊരു ഏരിയ ഉണ്ട്. പിന്നെ ടിക്കറ്റ് കൗണ്ടർ എത്തുന്നതിന് മുമ്പ് തന്നെ കുറേ ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് കേട്ടോ അവിടെ ഫ്രണ്ടേജ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാളൂട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയുന്നത് കൺഫ്യൂഷൻ അടിച്ച് ആൾ ഫുൾ ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ. എനിക്കിവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വെഡിങ് ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പ്ലേസ് പോലെ നമുക്ക് നടക്കാനുള്ള ഏരിയ ആയിട്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലും അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മീമിക്ക് ഫുഡ് കൊടുക്കാൻ പോവാ ഗായ്സ്. ഞാൻ അത്രയും ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ മാളൂട്ടീനെ കുറേ നേരം പിടിച്ചു വെച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ കണ്ടിട്ട് അതിനൊന്നും നിന്ന് തരാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വേഗം അങ്ങോട്ട് പോയിട്ടോ. എനിക്കൊന്ന് ബാസ്കറ്റ് ചെയ്യണം. നീ ഇങ്ങോട്ട് പുറകിലേക്ക് നിൽക്കണം. ഓ ഞാൻ പോവാ. മാളു എവിടെ? മാളൂട്ടി എവിടെ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും അമ്മ? എങ്ങോട്ടാ പോകുന്നേ? ഡോറയും ബുജിയും കൂടെ. എവിടെ ബുജി? ഇതെന്താ സ്റ്റക്കായി പോയേ? കാര്യം പറയട്ടെ മമ്മ, ഇവിടെ മഴ പെയ്താലും ഒന്നും ഒരു കുഴപ്പമില്ല. കണ്ട നനയൂല. ആല്ലേ? അപ്പൊ ഇനി മഴയത്തും പാർക്കിൽ വരാം നമുക്ക്. മഴയത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ കുളിക്കാം. മാളു ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് ഏതിലെയോ പോകുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഡോറ? ബുജിനെ കൂട്ടാതെ പോകുന്നത് ബുജിക്ക് പേടിയാവും. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം മാളൂട്ടി അതിൻ്റെ ഉള്ളിലെത്തി. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ മാളൂസ് പറഞ്ഞത്, ഇവിടെ മഴ പെയ്താലൊന്നൊരു കുഴപ്പമില്ല എന്നുള്ളത്. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേ ഏരിയാസും റൂഫ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മഴയത്തും വെയിലത്തൊക്കെ കുട്ടികൾക്ക് വന്നിട്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ റഷ് ആവുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്ത ടൈമിൽ തന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവിടെയുള്ള സംഭവങ്ങളൊന്നും മാളൂട്ടിക്ക് പറ്റില്ല കേട്ടോ. കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കുള്ളതാണ്. പക്ഷെ അതെ എന്നെ പോലത്തെ കുറച്ച് വലിയ കുട്ടികൾക്ക്. പക്ഷെ എന്താണെന്ന് വെച്ചാല് അത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ വിചാരിക്കും എനിക്ക് ഫസ്റ്റ് പേടി ഇത് കുട്ടികൾക്കൊക്കെ പറ്റുമെന്ന് എനിക്കും തോന്നിയിട്ടോ. പക്ഷെ ഭയങ്കര ഫുൾ സേഫ്റ്റി ഒക്കെ കൊടുത്തിട്ടാണ് ആ സാധനത്തിലൊക്കെ കുട്ടികൾക്ക് കയറുമ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് സേഫ്റ്റി ഒക്കെ കൊടുത്തിട്ടാണ് ഫുൾ സേഫ്റ്റി 100% സേഫ്റ്റി അവർ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കുട്ടികളെ കയറ്റുന്നത്. അത് കുറച്ച് വലിയ കുട്ടികൾക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ പേടി മാറാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഫുൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ പേടിക്കാനില്ലല്ലോ.
അങ്ങനത്തെ റോപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ അത് മാളൂട്ടിക്ക് പറ്റാത്ത ഞാൻ കയറും, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ കയറിയിട്ടുണ്ട്, ഞാൻ കയറും. പക്ഷെ ഇപ്പൊ മാളൂട്ടി കളിക്കാൻ പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് പോയി നോക്കാം. റോപ്പിൻ്റെ ആ ഒരു ഏരിയ മാത്രമല്ല, എല്ലാ സ്ഥലത്തും കുട്ടികളുടെ സേഫ്റ്റി ഇവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം മുകളിലൊക്കെ കയറി കളിക്കുന്നതിനടിയിൽ ബെഡൊക്കെ ഇട്ടിട്ട്, അതുപോലെ ചെറിയ ചെറിയ കളിക്കുന്ന സാധനങ്ങളാണെങ്കിലും നല്ല സേഫായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. റോപ്പിൻ്റെ ഗെയിംസ് ഉള്ളതുപോലെ തന്നെ ക്ലൈംബ് ചെയ്യുന്ന കുട്ടികൾക്ക് ഹൈറ്റൊക്കെ കയറുമ്പോഴുള്ള പേടി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇവിടെയുള്ളത്. ഇതും കുറച്ചുകൂടെ ഹൈറ്റുള്ള കുട്ടികൾക്കാണ് പറ്റുള്ളൂ. നീ വണ്ടി ഓടിക്കാൻ പോവാ? ശരിക്കും വേറെ വണ്ടി വന്നാലാ? ഞാൻ ഇടിച്ചിട്ടെന്ന് പറയാൻ ഇത് നമ്മള് മറ്റേ ഗീതുമോള് സിനിമയില് കണ്ടില്ലേ, ട്രാഫിക് വണ്ടി ഓടിക്കുന്നേ അതുപോലെ അല്ലേ? കറക്റ്റ് റൂൾസ് ഒക്കെ അനുസരിച്ച് ഓടിക്കണം, ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും. പോലീസൊക്കെ ഉണ്ട് ഇവിടെ. ഏത് കത്തുമ്പോഴാ പോവണ്ടേ? ഗസ് ചെയ്ത് പറ, ഏത് കത്തുമ്പോഴാ നമ്മൾ പോവല്ലേ? ആ പിന്നെന്താ, അപ്പൊ കറക്റ്റ് സിഗ്നലൊക്കെ നോക്കിട്ട് പോണട്ടോ. അത് അതിലുണ്ട്, അത് അവിടെ ചെന്ന് നിൽക്കുമ്പോ കാണാം. നമ്മ ഫുട്പാത്തിൽ കൂടെ നടന്നു വരാം. Green signal, start, go! Come on, fast, fast, fast! Accident! ചെറിയ കുട്ടികൾക്ക് ട്രാഫിക് റൂൾസ് ഒക്കെ മനസ്സിലാക്കി വണ്ടി ഓടിക്കാൻ പറ്റുന്ന പോലെ ഒരു കുഞ്ഞി ഹൈവേ തന്നെ അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ പണ്ട് സിനിമയിലാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് തന്നെ അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കറക്റ്റ് ഉണ്ട്, മറ്റേ വണ്ടികളൊക്കെ നിർത്തിയ പോലെ പാർക്ക് ചെയ്യണം. ആയില്ല, റെഡി ആയില്ല. ആ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഓപ്പൺ ജിമ്മിലേക്കാണ് കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കുന്ന പാർക്കും ഉണ്ട്. ഓപ്പൺ ജിം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയി കണ്ടു കഴിയുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് പ്ലേ പാർക്ക് പോലെ ഉണ്ടെങ്കിലും ഇത് വലിയ ആൾക്കാർക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ മോർണിംഗ് ഓപ്പൺ ടൈം വരുന്നത് 6 to 9 AM ആണ്. അതിൽ 120 ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 150 അതിന് എക്സ്ട്രാ ചാർജ് വരുന്നുള്ളൂ. പിന്നെ മന്ത്ലി ആയിട്ടുള്ള പാക്കേജ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ മോർണിംഗ് സെക്ഷനിൽ നമുക്ക് മന്ത്ലി പാക്കേജസ് വരുന്നുണ്ട്. അത് 1 മന്തിന് 1800, 3 മന്ത്സിന് 3600, 6 മന്ത്സ് ആണെങ്കിൽ 6200 അങ്ങനെയാണ് വരുന്നത്. പിന്നെ ആഫ്റ്റർനൂൺ ടൈമിംഗ് വരുന്നത് 2 PM to 9 PM ആണ്. അതിൽ വീക്ക് ഡേയ്സിലാണെങ്കിൽ 270 ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത്, അല്ലെങ്കിൽ വീക്കെൻഡിലാണെങ്കിൽ 360 ആണ്. പിന്നെ അതിലും എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് സ്വിമ്മിംഗ് പൂളിനാണ്, അത് 250 ആണ്. പിന്നെ സിപ്പ് ലൈനിന് 200. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം എടുക്കുന്ന ടിക്കറ്റ് തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് വർക്കൗട്ടും ചെയ്യാം, മാളൂസിനെ കളിക്കാനും വിടാല്ലേ. നല്ല സുഖം. നമുക്ക് ഒറ്റയ്ക്ക് അവളെ നിർത്തിയിട്ട് പോണ കുഴപ്പമില്ല. ഇപ്പൊ രാവിലെ നേരത്തെ വരണമെങ്കിൽ വരും. രാവിലെ 6 മണി മുതൽ ഇവിടെ ഓപ്പൺ ആണ്. മാളൂസിനെ അവിടെ കളിക്കുന്നത് തൊട്ടടുത്ത് തന്നെ കളിക്കുന്നത്. മാളൂസിനെ എല്ലാം കൂടെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പൊ ഓടി അടുത്തേക്ക് പോയി. കിട്ടി, കറക്റ്റ് കിട്ടി. വാ, എല്ലാം കിട്ടി കറക്റ്റ്. ആരാ വരുന്നേ അതിൻ്റെ ഉള്ളിൽ നിന്ന്? തവളാച്ചിയാ? ഹസ്ബൻഡ് ജിമ്മിൽ പോകുമ്പോൾ വൈഫിന് പോകാൻ പറ്റാതെ കുട്ടികളൊക്കെ നോക്കിയിട്ട് വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു സത്യം പറഞ്ഞാൽ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് നമുക്ക് അവരെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഇവിടെ സൈക്ലിംഗ് ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ഞാനങ്ങനല്ലോ. എനിക്കൊരു ലിഫ്റ്റ് തരുമാളൂ? ചില്ലറ വണ്ടിയൊന്നുമില്ല ഗൈസ്. ഇതാണ്ടോ സ്റ്റീറിംഗ് അടക്കം, സ്റ്റീറിംഗ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ ബ്രേക്ക്, ഇത് ബ്രേക്കാണ് കേട്ടോ. സൂപ്പർ ആണ് കേട്ടോ. ഞാൻ സത്യം പറയാലോ, ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇത്രയും നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വന്ന് കളിക്കാൻ പറ്റുന്ന, അതും വെയിലാണേലും മഴയാണേലും ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഫുൾ റൂഫിന്റെ അടിയിലാണ് കൂടുതൽ ഇവിടുത്തെ ആക്ടിവിറ്റീസ് വരുന്നത്. പൂളായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഇതിലാണ് വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടിയിൽ ഓൾറെഡി മഴ നനയില്ല ഇങ്ങനെയാണ്, പക്ഷെ എന്നാലും അവിടെ നമുക്ക് മഴയത്ത് പോകാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. ഇതിലേ ഓടിച്ചാൽ മതി സൈക്കിളും ഈ വണ്ടിയൊക്കെ. പിന്നെ സ്കേറ്റിംഗ് ഷൂസ് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാം, ബാസ്കറ്റ് ബോൾ കളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിതച്ച് സംസാരിക്കുന്നത്. സാധാരണ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ മാളൂട്ടി മാത്രമാണ് ടയേർഡ് ആവാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എവിടെ സീറ്റ് ബെൽറ്റ് ഒക്കെ
ഇവിടെ ടിക്കറ്റിന് തന്നെ നമുക്ക് ചെറിയ എമൗണ്ട് അല്ലേ വരുന്നുള്ളൂ. അതിൽ തന്നെ സീനിയർ സിറ്റിസൺസിനും ഡിസേബിൾഡ് പേഴ്സൺസിനും 50% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ മെട്രോ കാർഡ് ഉള്ളവർക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ കയറിയിട്ടുണ്ട്. അതവിടെ കളിക്കാൻ കയറിയിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ കയറിയിട്ടുണ്ട് അവള്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാസ്കറ്റ് ബോളിൻ്റെയും സ്കേറ്റിങ്ങിൻ്റെയും അതുപോലെ സ്വിമ്മിങ്ങിൻ്റെയും പിന്നെ ഈ ആംസ്ട്രോങ് ഈ കുട്ടികൾക്ക് ഹൈറ്റിനുള്ള പേടിയൊക്കെ മാറാൻ കുറച്ച് അവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അങ്ങനത്തെ എല്ലാം ക്യാമ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് കവേർഡ് ആണ്. അതുകൊണ്ട് മഴയത്ത് വന്നാലും നമ്മൾ അയ്യോ മഴയായി പോയല്ലോ എന്ന് പറയേണ്ടി വരില്ല സാധാരണ പോലെ. അതാണ് ഈ പാർക്കിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്കിനി ബാക്കി മാള് സിന്ധിക്ക് ചെയ്യുന്നു. ഞാനൊന്ന് ബാസ്കറ്റ് ചെയ്യാൻ പോവാണേ. അവിടെ നിന്നിട്ട് അതാ കണ്ടോളൂ, ബാസ്കറ്റ് ഇത്ര ദൂരം ഉള്ളൂ. അതാ ഇല്ല ഇട് ഒറ്റ വട്ടം മെല്ലെ ഇട്ടാ മതി. ഇടടി ബ്ലോഗിലേക്ക് ഇതാക്കാനല്ലേ വെറുതെ. അതാ വീണു ഇത്രയും അടുത്ത് നിന്നിട്ടൊന്നും ആരുടെ ഉണ്ടാവില്ല. മതി അടിപൊളിയാട്ടോ. ടൈം പാസ് എന്താ വെച്ചാൽ മറ്റേ നമ്മള് പാർക്ക് പോകുമ്പോ കുട്ടികൾ മാത്രല്ല കളിക്കുക, ഇവിടെ പാരന്റ്സിനും കളിക്കുക. ഇതെന്താ മാളു ഇങ്ങനെയാ ക്രിക്കറ്റ്? ഓക്കെ അടിക്കേ. എവിടെ ആരെ മനസ്സിൽ വിചാരിച്ചാണ് എറിയുന്നത്? ക്രിക്കറ്റിൽ ആരെ ഇഷ്ടം? ധോണി. ആ ഓക്കെ. രണ്ടുപേര് ബാറ്റ് ചെയ്യാൻ നിൽക്കണ്. ഇനി വേറെ സ്ഥലത്തു നിന്നൊക്കെ ആരെങ്കിലും എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ട് മഴയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എവിടെയും പോകാൻ പറ്റാതെ വിഷമിച്ചൊന്നും ഇരിക്കേണ്ടി വരില്ല. കാരണം ഇനിയിപ്പോൾ ഈ പാർക്കുള്ളത് കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഴയാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ലാതെ കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്തണം. ക്ലാപ്പ് ചെയ്യുന്നു. സ്വിമ്മിംഗ് പൂളിൽ കയറാനായപ്പോഴത്തേനും മഴ പെയ്തു ഗോയ്സ്. അപ്പം ഞാൻ ആകെ പേടിച്ചു പോയിട്ടോ. പക്ഷേ പിന്നെയല്ലേ ഞാൻ ഓർത്തേ ഇവിടെ മഴ പെയ്താലും കുഴപ്പമില്ലാത്ത ആർക്കല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഓടിപ്പോയി സ്വിമ്മിംഗ് പൂളിലേക്ക്. നമ്മളവിടെ പോയ സമയത്ത് അവിടെ സ്വിമ്മിംഗ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോയപ്പോഴേക്കും അവിടെ മാജിക് ഷോ ഉണ്ടായിരുന്നു. എത്ര കോയിൻ ഉണ്ട്? चेक करो 2 कॉइन हैंड में चेक इन करो, इसको भी चेक करो, दूसरा हैंड में क्लोज कर लो, हैंड क्लोज, हाँ इसको भी क्लोज, टाइट क्लोज और थ्रू कर दो, उडू लो ओपन कर दो इधर में. थैंक यू. എവിടെ कॉइन रिटर्न പൈസ കൊടുത്തു? देख अरे पैसा कहाँ? വേഗം കൊടുത്തു. सर बोलना सर. പൈസ കൊടുക്കാന്? ആ नहीं है, ऐसा हैंड करो बच्चा. 1 2. अरे देखो ये रखा कॉइन. बच्चा टी शर्ट खिलाओ. देख लो सर क्या कर रहे हैं. देख लो ये बच्चा क्या कर रहा है. ടീഷർട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ? കണ്ടുപിടിച്ചു. എന്താ മാള് ഓടി വന്നേ? എന്താ വരിക അവിടെ? അനാക്കോണ്ട. बाहर आओ. अरे 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 दांत नहीं लगाओ. देखो मैडम सर पकड़ लिया जानवर को. यहाँ बैठो, बाहर आ जाओ. ये देखो सर मैम प्राव आ गए और इस प्राव को बंद कर देगा, इस पिजन को बंद कर देगा. चलो बंद हो जाओ. मैम सर हाउ मनी पिजन? एक पिजन. 1 पिजन. पिजन को फिनिश कर दूं या 2 पिजन कर दूं, चॉइस आप लोग. कपड़े में से निकाल के 2 पिजन या ऊपर से? എവിടെ നിന്ന് എടുക്കണ്ടേ? कहाँ से देखोगे? ऊपर से देखो. आओ. अरे 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 कौवा नहीं, ओनली 1 पिजन. कम फास्ट. आ गया मैडम. और कपड़े में छोड़ दूं या टोकरी में, चॉइस आप लोग का. टोकरी में जाओ. 1 2. मैडम सर क्लोज करके दिखाऊं या ओपन करके दिखाऊं? ഓപ്പൺ करके क्लोज करके नहीं सर. ओपन देखो, कपड़ा खाली है मैम. और ये देखो टोकरी भी खाली. फटा पर्दा दिखा जलवा. या मालिक जोड़ा बनकर तैयार. कर दीजिए सारा मैडम सर. അങ്ങനെ ഞങ്ങൾ മാജിക് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് മൊബിക്കാക്കിയും മാളൂസൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റും ചെയ്തു. അങ്ങനെ മാജിക് ഷോ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടി പിന്നെയും പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അവിടുന്ന് തിരിച്ചു പോകാനേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ വിളിച്ചിട്ടാണ് വന്നത്. അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് അവിടുന്ന് നമ്മൾ വന്നു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് ഇവിടെ നമുക്ക് വെറുതെ നടക്കാനൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള കുറച്ച് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുകൂടെ ഒന്ന് കാണാൻ വേണ്ടി പോയിട്ടോ.
നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഒരു ഗാർഡനൊക്കെ ആയിരുന്നു അവിടെ. കുറേ വാട്ടർഫാൾസ് ഒക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് ഗാർഡനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. അപ്പോൾ അവിടെ നേരെ ഒരു വഴിയുണ്ട്. പക്ഷെ മാളൂട്ടി ഇറങ്ങുന്ന പോലെ ഞാനും ട്രൈ ചെയ്ത് നെറ്റിൽ കൂടെ ഇറങ്ങാൻ. നല്ല രസമല്ലേ ഈ വെഡിങ്ങിന്റെ ഔട്ട്ഡോർ ഒക്കെ എടുക്കാൻ വരുമല്ലേ. അടിപൊളിയാട്ടോ, ഒന്നും പറയാല്ല, നല്ല രസമുണ്ട്. മാളൂട്ടി അവിടെ എവിടെയോ ഉണ്ട്, കാണുന്നുണ്ടോ നോക്ക് വീഡിയോയില്. എവിടെ അതാ വരും അങ്ങോട്ട്. അതാ കാണുന്നുണ്ട്. അപ്പൊ അടിപൊളിയാണ്, ആരും മിസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ ഒരു കുട്ടികൾക്കുള്ള ചെറിയ ഫുട്ബോൾ ടർഫ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സ്കേറ്റിങ്ങിൻ്റെ കോച്ചിങ്ങും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഓരോ ഇവൻറ്റുകൾ, റിസപ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ ഫെസിലിറ്റീസും ഉണ്ട്. ഇവിടെ ബർത്ത്ഡേ പാർട്ടി നടക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പാർക്ക് മൊത്തം കറങ്ങി കിടന്നിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ മാളൂട്ടി വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കഫേ പോലെ നമുക്ക് ടീ, കോഫി, സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് പാനിപ്പൂരിയൊക്കെ ഉണ്ടായിരുന്നു. പാനിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ചു, കോഫി കുടിച്ചു. നല്ല മഴയാണ് കേട്ടോ. ആ മഴയത്ത് ഇതാ ഒരാൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്.